വിരാട് കോഹ്ലിയെ പോലുള്ള ഒരു പ്ലെയർ ഉള്ള ടീം IPL കിരീടം സ്വന്തമാക്കാൻ 18 വർഷം കാത്തിരിക്കേണ്ടി വരിക. 2011 ഇന്ത്യ ഏകദിന ലോകകപ്പ് നേടിയപ്പോഴും 2024 T20 ലോകകപ്പ് നേടിയപ്പോഴും കിങ് കോഹ്ലി അതിൽ ഭാഗവാക്കായിരുന്നു. എന്നിട്ടും എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ടീമിന് IPL കിരീടം നേടാൻ സാധിക്കുന്നില്ല എന്ന് പലരും ചിന്തിച്ചു. 2016 ഹൈദരാബാദിനെതിരെ ഫൈനലിൽ 8 റൺസിന്റെ തോൽവി വഴങ്ങിയപ്പോൾ RCB ഫാൻസിന് അത് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. IPL ചരിത്രത്തിൽ 5 തവണ 600-ന് മുകളിൽ റൺ സ്കോർ ചെയ്ത ഏകതാരമായ കോഹ്ലി ഇത്തവണയും മികച്ച ഫോമിലാണ് കളിച്ചത്. അതിന്റെ റിസൾട്ട് കന്നി കിരീടത്തിലൂടെ RCB നേടുകയും ചെയ്തു. അസാധാരണമായ പ്രകടനമാണ് ഗ്രൂപ്പ് സ്റ്റേജിൽ RCB കാഴ്ചവെച്ചത്. കളിച്ച 14 മാച്ചിൽ 9-ലും അവർ വിജയം കൊയ്തു. പോയിന്റ് ടേബിളിൽ തുടക്കം മുതൽ ഒടുക്കം വരെ ലീഡ് ചെയ്ത് പ്ലേ ഓഫിലെത്തിയത് രണ്ടാമതായാണ്. പക്ഷേ അത് വെറും നെറ്റ് റൺ റേറ്റിന്റെ നേരിയ വ്യത്യാസത്തിൽ മാത്രമായിരുന്നു. പ്ലേ ഓഫിൽ പഞ്ചാബിനെ നിസ്സാരമായി കീഴടക്കിയ RCBയുടെ മുന്നിലേക്ക് വീണ്ടും പഞ്ചാബ് തന്നെ എത്തിയപ്പോൾ വിജയത്തിൽ കുറഞ്ഞതൊന്നും അവർ ആഗ്രഹിച്ചിരുന്നതുമില്ല. ശ്രേയസ് അയ്യരുടെ നിശ്ചയദാർഢ്യത്തിനു മുന്നിൽ RCB തകർന്നു പോകുമോ എന്ന് പലരും സംശയിച്ചു. പക്ഷേ കോഹ്ലിയെ സാക്ഷിയാക്കി രജത് പാട്ടിദർ മുന്നിൽ നിന്ന് നയിച്ചപ്പോൾ കിരീടം ബംഗളൂരുവിന്റെ മണ്ണിലേക്ക് എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ശ്രേയസ് അയ്യർ നയിച്ച കൊൽക്കത്തയ്ക്ക് കിരീടം ലഭിച്ചുവെങ്കിൽ ഇത്തവണ സുവർണ ലിപികളിൽ RCBയുടെ പേര് എഴുതി ചേർത്തിരിക്കുകയാണ്.